രാവിലെ 7 മണിക്കും കിടന്നുറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക്. നമ്മൾ ഇതുപോലെ ഒരുപാട് നല്ല വ്യൂ മിസ് ചെയ്യുന്നുണ്ട്. എന്താലേ 10 ദിവസം അടുപ്പിച്ച് നേരത്തെ എണീറ്റപ്പം ഞാൻ ഉപദേശിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഈ നേരത്തെ എണീക്കലിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ വലിയ വലിയ കഥകളാണ് കേട്ടോ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിരുന്നു. എന്നെ ചേർത്തിയിരുന്നു. അവിടെ രാവിലെ നേരത്തെയാണ് ക്ലാസ്. അപ്പം മിനിമം എനിക്കൊരു 5:30 5:15 എണീക്കണം. 2 വർഷത്തെ കോഴ്സ് 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ വീട്ടുകാരെ നിർത്തിക്കോളാൻ പറഞ്ഞു. കാരണം ഡെയിലി ഞാൻ കരഞ്ഞുകൊണ്ടാണ് എണീക്കുന്നത്. 1 കൊല്ലം എല്ലാ സാറ്റർഡേ സൺഡേയും എൻ്റെ കരച്ചിൽ കാണാതെ എൻ്റെ പാരൻസ് ഉണർന്നിട്ടില്ല. ആദ്യമായിട്ട് ക്ലാസ് കിടന്നുറങ്ങുന്നതിന് ചീത്ത കേൾക്കുന്നത് അന്നാണ്. എന്താലേ അങ്ങനെയുള്ള ഞാനാണ് ഇന്നിപ്പോൾ ഒരു ഹോളിഡേ ആയിട്ട് രാവിലെ 7 മണിക്ക് എണീറ്റിരിക്കണേ. അത് പോട്ടെ. അപ്പം നമ്മളിന്ന് ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഇന്നിനി നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികൾ കൂടെ ബാക്കിയുണ്ട്. ദിങ്ങനെ ഉണ്ടായിരുന്ന എൻ്റെ വാർഡ്രോബ് ഞാൻ ദിങ്ങനെയാക്കി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് ഒന്ന് പുറത്തിറങ്ങി. ഒരു ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. ഡോക്ടറെയൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ കയറി. ഒരു സാധനം വാങ്ങാൻ കയറിയാൽ പിന്നെ ഒരു 5 എണ്ണം ആവശ്യമില്ലാതെ എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് പാനിപ്പൂരി പാഴ്സലായിട്ട് വാങ്ങിയിട്ട് വന്നിരുന്നു അങ്കുവിന് കൊടുക്കാൻ. ആൾ ജനിച്ചു വളർന്നതൊക്കെ മുംബൈയിലായതുകൊണ്ട് ഈ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് കുറേ നേരം കത്തി അടിച്ചിട്ടാണ് ഫ്ലാറ്റിലേക്ക് വന്നത്. പിന്നെ ഒരു ഡിന്നറൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിക്കുകയാണ്.